പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങിക്കൊള്ളണമെന്നില്ല എന്ന ഭീതിയിൽ നിന്നും തന്നെ ദൗർബല്യം മറച്ചു വെക്കാനുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കൽ, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ കേജ്രിവാളിന്റെ അറസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. BJPക്കെതിരായ തന്റെ സമരത്തിന് തന്റെ കൂടെ സഹപോരാളികളായി നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണ്, ആനിരാനിക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത്. ഇത് വലിയൊരു രാഷ്ട്രീയ ആഭാസത്തരമല്ലേ? ഇത്തരത്തിൽ കാമ്പില്ലാത്തൊരു നേതൃത്വമായി കോൺഗ്രസ്, ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഇന്ത്യ വേദിയിലെ ഞങ്ങളുടെ സഹപ്രവർത്തകർ അധപ്പതിച്ചു പോയിരിക്കുന്നു. നമസ്കാരം, വാക്കുമറുവാക്കിലേക്ക് സ്വാഗതം. രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന വേളയിൽ രാജ്യ തലസ്ഥാനം ഒട്ടും ശാന്തമല്ല. ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റും തുടർന്നുള്ള സംഭവ വികാസങ്ങളും രാജ്യത്തുടനീളം പ്രതിഫലിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികളെ ED ഉപയോഗിച്ച് BJP നേരിടുകയാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ നീതിയുക്തമായ അന്വേഷണമാണ് എന്ന് കേന്ദ്രവും വാദിക്കുന്നു. എന്തായാലും 2024 അത് രാജ്യത്തായാലും സംസ്ഥാനത്തായാലും ആർക്ക് നേട്ടമാകും, ആർക്ക് ദോഷമായി മാറും? ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു CPM പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ MA ബേബി. തെരഞ്ഞെടുപ്പ് വേളയിൽ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തത്, തുടർന്നുള്ള സംഭവ വികാസങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ എങ്ങനെ ബാധിക്കും? കേന്ദ്ര സർക്കാർ എന്താണ് ലക്ഷ്യമിടുന്നത്? അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു രാഷ്ട്രീയമായ തകർച്ചയുടെ കൗണ്ട് ഡൗൺ ആയിട്ടാണ് ഞാൻ കാണുന്നത്. സമീപ നാളുകൾ നടന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നരേന്ദ്രമോദി അപ്രതീക്ഷിതമായി തിരിച്ചടികൾ നേരിട്ടു. അവരുടെ പ്രഖ്യാപിതങ്ങളായ 3 വർഗീയ വിഭജനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾ, അതിലൊന്ന് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക ഭരണഘടന പദവി ഇല്ലാതാക്കുക, ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുക, അതിന്റെ പ്രാണപ്രതിഷ്ഠ നിർമ്മാണം പൂർത്തിയായില്ല. പക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ക്ഷേത്രം രാമക്ഷേത്രം ഉപയോഗപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്തു? പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞ ചടങ്ങ് അവിടെ സംഘടിപ്പിച്ചു. 3 യൂണിഫോം സിവിൽ കോഡ്, അതവിടെ 3 അജണ്ടയാണ് അവർക്ക് പ്രൊഫൈൽ. ആ പദ്ധതി നീങ്ങുന്നതിനിടയിലാണ് ഇപ്പോൾ എന്ത് സംഭവിച്ചു? അപ്രതീക്ഷിതമായി ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന അഴിമതി സുപ്രീം കോടതിയെ റദ്ദാക്കുന്നത്. ഇത് വെളിക്ക് വന്നതോടുകൂടി അഴിമതിക്കെതിരെ കുരിശുദ്ധം നടത്തുകയാണ് തങ്ങളെന്ന മോഡിയുടെ അവകാശവാദം ശുദ്ധ തട്ടിപ്പാണ് ജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെടും എന്ന് കണ്ടപ്പോൾ അതിനെതിരായിട്ടാണ് ഈ കേജ്രിവാളിന്റെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ അതിന് 3 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, തങ്ങളെ എതിർക്കുന്ന പ്രതിപക്ഷത്തെ ആരാണെങ്കിലും ഒരു തൊടുന്യായം പറഞ്ഞ് എന്നെ ജയിലിൽ പിടിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിൽ വന്നു. അപ്പം ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റണമെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണം. ഇത് മുഖ്യമന്ത്രി ഇപ്പോഴും ജയിലിടുകയാണ് അഴിമതി എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങളെ എതിർക്കുന്നവരെല്ലാം ഭയപ്പെടുത്തുകയാണ് കേജ്രിവാളിന്റെ അറസ്റ്റ്. ആ ഭയപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ സുപ്രീം കോടതിയുമുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുണ്ട്. മോഡി തനിക്ക് ഇഷ്ടപ്പെട്ടവരെ വെച്ച് രൂപീകരിച്ചിട്ടുള്ളതാണ് ഈ 3 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെവിക്ക് പിടിച്ചു മോഡിയുടെ. ഏത് കാര്യത്തിലാണ്? എല്ലാവർക്കും മോഡി വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണ് പ്രചരണപരമായി. ഇന്ത്യ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു. ഇവർക്ക് പറയേണ്ടി വന്നു ഇത് തെരഞ്ഞെടുപ്പ് ലംഘനമാണ്. യഥാർത്ഥത്തിൽ മോഡിയുടെ മുഖത്ത് കിട്ടിയ അടിയാണ്. രണ്ടാമത്, ഗവൺമെന്റിനെതിരായിട്ട് വസ്തുതകൾ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് തടയാൻ വേണ്ടി ഗവൺമെന്റിനെ കുറിച്ച് തെറ്റായ പ്രചരണം നടത്തിയാൽ അത് കണ്ടുപിടിച്ച് തിരുത്താൻ, സെൻസർഷിപ്പ് നടത്താൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയെ അധികാരപ്പെടുത്തുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം. അത് തെരഞ്ഞെടുപ്പ് ലംഘനമാണ്. സുപ്രീം കോടതി ഇടപെട്ടിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ചെയ്യുന്ന തെറ്റാണ്, നിങ്ങൾക്ക് അധികാരമില്ല. അപ്പൊ 2 ചെവിക്ക് പിടി തനിക്ക് വിധേയമായി നിൽക്കുമെന്ന് മോഡി പ്രതീക്ഷിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുണ്ടായി, സുപ്രീം കോടതിയിലുണ്ടായി, CIAയുടെയും മറ്റും വിചാരണ നടക്കുകയാണ്. അപ്പം താൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങിക്കൊള്ളണമെന്നില്ല എന്ന ഭീതിയിൽ നിന്നും തന്നെ ദൗർബല്യം മറച്ചു വെക്കാനുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കൽ, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ കേജ്രിവാളിന്റെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. അത് വിനാശകാരി വിപരീത ബുദ്ധി എന്ന് പറയുന്ന തരത്തിൽ നരേന്ദ്രമോദിയുടെ ഡിക്ലൈൻ, താഴോട്ട് പോക്ക് ആരംഭിച്ചിരിക്കുന്നതിന്റെ തെളിവുകളാണ്.
പക്ഷെ അത് ഇപ്പൊ അങ്ങ് പറയുന്ന പോലെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പരാജയത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു ദൗർബല്യം അത് മറച്ചു വെക്കാനാണ് ഈ രീതിയിൽ ഇഡി ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതെങ്കിൽ അതെങ്ങനെ പൊതുജനങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ അതെങ്ങനെ കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാനായി പ്രതിപക്ഷ പാർട്ടികൾക്ക് അതെങ്ങനെ ഊർജവും കരുത്തും നൽകും? 1977 ഇതിന് സമാനമായ സാഹചര്യമായി. 1971 3-2 ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഭരണത്തിൽ വരുന്നത്. ഗരീബി ഹഠാവോ, ബംഗ്ലാദേശ് വിമോചനത്തിന്റെ അന്തരീക്ഷം, വാജ്പേയി പോലും ദുർഗാദേവിയെ പോലെയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നെല്ലാം പറഞ്ഞങ്ങനെ പ്രശസ്തിയുടെ വലിയൊരു തരംഗത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ നിമിത്തം ജനങ്ങൾ സമരരംഗത്ത് റെയിൽവേ തൊഴിലാളി സമരം 74 ഇന്ദിരാഗാന്ധി അധികാരത്തിൽ തിരിച്ചു വന്ന് 3 വർഷങ്ങൾ കഴിഞ്ഞു. ചരിത്രപ്രസിദ്ധമായ സമരമാണ്. എനിക്കൊക്കെ നല്ല ഓർമ്മ വിദ്യാർത്ഥികളാണ്. കോൺഗ്രസിന്റെ സംസ്ഥാന ഗവൺമെന്റുകൾ അഴിമതിയിൽ മുങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് ഗുജറാത്തിൽ ചിമൻഭായ് പട്ടേലിന്റെ ഗവൺമെന്റിനെതിരായിട്ടുള്ള വിദ്യാർത്ഥി സമരമാണ്. നവനിർമ്മാണ സമിതി എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളുടെ യുവാക്കളുടെയും കൂട്ടായ്മ രൂപപ്പെടുന്നു. ജയപ്രകാശ് നാരായണൻ തന്റെ രാഷ്ട്രീയ രംഗത്ത് നിന്നെല്ലാം പിന്മാറി സർവോദയ പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞിരുന്ന ജയപ്രകാശ് നാരായണൻ ഇന്ദിരാഗാന്ധിയുടെ അഴിമതി വാഴ്ചക്കെതിരായിട്ടുള്ള ജനങ്ങളുടെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയും ലാലു പ്രസാദ് യാദവ്, നിതീഷ് കുമാർ ഇവരൊക്കെ ആ കാലഘട്ടത്തിൽ വന്ന യുവജന നേതാക്കന്മാരാണ്. ശരത് പവാർ സമ്പൂർണ്ണ വിപ്ലവം, ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ആശയം ജയപ്രകാശ് നാരായണൻ മുന്നോട്ട് പോകുന്നത് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നടന്നതാണ്. ചുരുക്കത്തിൽ ബീഹാറിൽ ശക്തമായ സമരം, ഗുജറാത്തിലെ സമരത്തെ തുടർന്ന് ചിമൻഭായ് പട്ടേൽ ഗവൺമെന്റിന്റെ രാജിവെക്കേണ്ടി വന്നു. പക്ഷെ പ്രസിഡന്റ് ഭരണമാണ്. മൊറാർജി ദേശായി ഗുജറാത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞിട്ടുള്ള നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. അത്തരമൊരു ഘട്ടത്തിലാണ് അലഹബാദ് ഹൈക്കോടതി കേസ് സംബന്ധിച്ച് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിധി വരുന്നു. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് സാധുവായി. അപ്പം അധികാരത്തിൽ തുടരാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് അൺകണ്ടീഷണൽ സ്റ്റേക്ക് പോകും ശ്രീമതി ഇന്ദിരാഗാന്ധി. അലഹബാദ് ഹൈക്കോടതി വിധിയിൽ ജസ്റ്റിസ് കൃഷ്ണയ്യര് ഇടക്കാല ബെഞ്ചാണ്, അവധിക്കാല ബെഞ്ചാണ്. ജസ്റ്റിസ് കൃഷ്ണയ്യര് സ്റ്റേ കൊടുക്കുന്നു, പക്ഷെ നിരുപാധിക സ്റ്റേ കൊടുക്കുന്നില്ല. പാർലമെന്റിൽ പങ്കെടുക്കാം, പക്ഷെ വോട്ട് ചെയ്തുകൂടാ, ശമ്പളം വാങ്ങിച്ചുകൂടാ തുടങ്ങിയിട്ടുള്ള നിബന്ധനകളോടുകൂടിയാണ് ഇന്ദിരാഗാന്ധിക്ക് സാങ്കേതികമായി പാർലമെന്റ് അംഗമായി തുടരാനും അതുവഴി പ്രധാനമന്ത്രിയായി തുടരാനുമുള്ള സാഹചര്യം. അപ്പോഴാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പ്രതിഷേധമുണ്ടായി, ചെറുതീർപ്പുണ്ടായി. ഞങ്ങളെ പലരും ആയിരക്കണക്കിന് ആൾ പലയിടത്തും സമരം നടത്തി. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നേതാക്കന്മാരെ ജയിലിലാക്കി, മറ്റു പലരെയും ജയിലടച്ചു, ജയപ്രകാശ് നാരായണൻ ജയിലടച്ചു. ജനങ്ങൾ ആ സാഹചര്യത്തിൽ സ്വേച്ഛാധിപത്യത്തിനെതിരായിട്ട് സ്വയം ഒരു കൂട്ടായ്മയായി രൂപപ്പെട്ടിട്ടാണ് 77 തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായി ജനങ്ങൾ വിധി പറഞ്ഞു. ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചു, സോണിയാഗാന്ധിയെ തോൽപ്പിച്ചു. അന്ന് 85 സീറ്റുണ്ട് ഉത്തർപ്രദേശിൽ. ആ സംസ്ഥാനം വിഭജിക്കപ്പെട്ടിട്ടില്ല. ആ 85 സീറ്റിലും കോൺഗ്രസ് പ്രതിപക്ഷം ജയിച്ചു. അപ്പോ ഇത്തരത്തിൽ അടിച്ചമർത്തലിനെതിരായി ഉണരുന്ന ഒരു ചിന്ത ജനങ്ങളിലുണ്ട്. അതിപ്പോ പ്രവർത്തിക്കും. ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കുള്ള വലിയൊരു വാർണിംഗ് ആണ്. നഗ്നമായ സ്വേച്ഛാധിപത്യത്തിലേക്ക് നരേന്ദ്രമോദി നീങ്ങുകയാണ്. ഇതിനെതിരായി മുന്നോട്ട് പോകാം. ഇത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി കൈക്കൊണ്ട ഈ നടപടി ഏറ്റവും സഹായിക്കുന്നത് നരേന്ദ്രമോദിക്കോ RSSനോ കേന്ദ്ര ഭരണത്തിനോ പ്രതിപക്ഷത്തിന്റെ ഇടയിൽ വലിയൊരു യോജിപ്പിനുള്ള അവസരം ഉണ്ടാകും. ആരൊക്കെയാണ് ഇന്ന് കേജ്രിവാളിന്റെ അറസ്റ്റിനെ അവലംബിച്ചിരിക്കുന്നത്? കോൺഗ്രസ് അവലംബിച്ചിരിക്കുകയാണ്. ഏതാനും മാസം മുമ്പ് കേജ്രിവാളിന്റെ അസിസ്റ്റന്റ് ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്താ കോൺഗ്രസ് പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഞാൻ ഓർമ്മിക്കാം. സിസോദിയെ അറസ്റ്റ് ചെയ്താൽ പോരാ, കേജ്രിവാളിനെ കൂടെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാരെന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ കോൺഗ്രസ് അവര് പറഞ്ഞത് നരേന്ദ്രമോദി ചെയ്തപ്പോൾ വേറെ സാഹചര്യത്തിൽ നരേന്ദ്രമോദി ചെയ്തതാണ്. കേജ്രിവാളിനെ യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെ ഭർഷിച്ചുകൊണ്ട് പ്രതിഷേധ രംഗത്തേക്ക് വരാൻ കോൺഗ്രസിനെ നിർബന്ധിക്കുന്ന വിധത്തിൽ, കോൺഗ്രസിന്റെ രാഷ്ട്രീയ മൗഢ്യത്തെ തന്നെ തിരുത്തുന്ന വിധത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആ പരിണാമം ഒരുപക്ഷെ 2024 തെരഞ്ഞെടുപ്പിൽ തന്നെ നരേന്ദ്രമോദിയെ കേന്ദ്ര ഭരണത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ട് ഒരു ബദൽ ഗവൺമെന്റ്, മതേതര ഗവൺമെന്റ് ഇന്ത്യക്ക് ഡൽഹിയിൽ സ്ഥാപിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്താം. പ്രതിപക്ഷം അതിന്റെ ഉത്തരവാദിത്വബോധത്തോടും കരുതലോടും ശ്രദ്ധയോടും കൂടി ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ 50 വർഷം മുമ്പ്
മുമ്പ് അല്ലെങ്കിൽ 45 വർഷം മുമ്പ് 71 ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ച ആ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്ത് 50 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും നേരിടുന്നത്. മാത്രമല്ല അന്ന് പറഞ്ഞതുപോലെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു യൂത്തിന്റെ ഒരു മൂവ്മെന്റ് ആയിരുന്നു തുടക്കമിട്ടത്. ആ രീതിയിൽ വലിയൊരു മൂവ്മെന്റ് രാജ്യത്തുടനീളം ആ ഒരു മൂവ്മെന്റ് ഉണ്ടാകാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ആ മൂവ്മെന്റിന് അതേ രീതിയിൽ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന്റെ ഐക്യം എത്രത്തോളം ഉണ്ട്? അന്ന് യഥാർത്ഥത്തിൽ 72, 73 മുതൽ 77 വരെയുള്ള ഒരു 5-6 വർഷക്കാലമാണ് ഈ രാഷ്ട്രീയ പരിണാമങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത്. അന്ന് ജയപ്രകാശ് നാരായണൻ, EMS, രാജേഷ് റാവു, CPI നേതാക്കന്മാർ കോൺഗ്രസിന്റെ കൂടെയായിരുന്നു, അടിയന്തരാവസ്ഥയ്ക്കൊപ്പമായിരുന്നു. എങ്കിൽ പോലും അന്ന് വളരെ സമുന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്ത്യയിലുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ നേരവകാശികളായ നേതാക്കന്മാർ AK പോലുള്ളവരുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ അറബിക്കടലിലായ 77-ലാണ് AK നമ്മൾ വിട്ടിരിക്കുന്നത്. പക്ഷേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ പെൺ ഹിറ്റ്ലർ എന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചുകൊണ്ട് ആദ്യം പ്രതികരിച്ചത് AK. അപ്പം വലിയൊരു നേതൃത്വ നിരയുണ്ടായിരുന്നു പ്രതിപക്ഷത്തിൽ. അതിന് സമാനമായ നേതൃത്വ നിരയില്ലെങ്കിലും പുതിയൊരു നേതൃത്വ നിരയിൽ നിലനിൽക്കുന്നത് അന്നില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണ് ഈ ആം ആദ്മി പാർട്ടി. ഡൽഹിയിൽ കോൺഗ്രസിനെയും ജനസംഘത്തെയും മാറ്റി വേറൊരു പാർട്ടി അധികാരത്തിൽ വരികയാണ്. അതൊരു വലിയ പ്രവണതയാണ്. ഞങ്ങൾ വരേണ്ടതായിരുന്നു ആ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും വേറെ ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ടായി. ഒരു പരിധിവരെ ഇടതുപക്ഷ പുരോഗമന ചിന്തകൾ ആണ് ആം ആദ്മി പാർട്ടി പ്രതിനിധാനം ചെയ്യുന്നതെന്ന് അവകാശപ്പെടുന്നു. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വിമർശനമുണ്ട്. എന്നാൽ പോലും കോൺഗ്രസിനും ജനസംഘത്തിനും ഒരു ജനകീയ ബദൽ ആം ആദ്മി പാർട്ടിക്ക് നൽകാൻ കഴിയും. അത് ഡൽഹിയിൽ നിന്നും പഞ്ചാബിലേക്ക് വ്യാപിച്ചു. മറ്റു ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് അതിന്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ പുതിയ രാഷ്ട്രീയ പ്രവണതകൾ രൂപപ്പെട്ടു വരുന്നു. അതിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുന്നു. ആ പുതിയ രാഷ്ട്രീയധാരയുടെ നേതാവായ കേജ്രിവാളിന്റെ അറസ്റ്റ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കേന്ദ്ര പ്രമേയമായി മാറിയിരിക്കുന്നു. ചടുലമായി സംഘപരിവാറിനും BJPക്കുമെതിരെയായി രാഷ്ട്രീയമായ നേതൃത്വപരമായ ചില ദൗത്യം നിർവഹിക്കാൻ പ്രധാന പ്രതിപക്ഷ പാർട്ടികളിലൊന്നായ കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലയിൽ ചരിത്രപരമായി ചുമതലയുള്ള ശ്രീമാൻ രാഹുൽ ഗാന്ധി ആലോചനാശൂന്യമായിട്ടാണ് പെരുമാറുന്നത്. BJPക്കെതിരായി എല്ലാവരുടെയും പിന്തുണയോടുകൂടി പോരാട്ടം നടത്തുന്നതിന് നേതൃത്വപരമായ വ്യക്തിപരമായ പങ്ക് വഹിക്കേണ്ട രാഹുൽ ഗാന്ധി ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് BJPയുടെ ഏതെങ്കിലും ഒരു ശക്തി കേന്ദ്രത്തിൽ BJPക്കെതിരായിട്ടല്ല. BJPക്കെതിരായ തന്റെ സമരത്തിന് തന്റെ കൂടെ സഹപോരാളികളായി നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണ്, ആനിരാനിക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത്. ഇത് വലിയൊരു രാഷ്ട്രീയ ആഭാസത്തരമല്ലേ? ഇത് ആലോചിക്കാൻ പോലുമുള്ള ശേഷി രാഹുൽ ഗാന്ധിക്കുമില്ല. പിന്നെ രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്ത നേതാവായി രാഹുൽ ഗാന്ധിയെ ബുദ്ധിപരമായി ഉപദേശിക്കുന്ന ബുദ്ധിമാനായ രാഷ്ട്രീയ നേതാവ് ശ്രീ KC വേണുഗോപാലാണ്. അദ്ദേഹമാണെങ്കിലോ അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് ഇതുപോലെ ഇടതുപക്ഷത്തിനെതിരായിട്ട് മത്സരിക്കുന്നു. ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ കേരളത്തിലെ മത്സരം ജയിക്കില്ല എന്നുള്ള കാര്യത്തിലാണ് ഞങ്ങൾ വിശ്വാസം. ഇനി ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം ജയിച്ചാലോ അദ്ദേഹം ചെയ്യുന്നത് എന്താ? ഭൂരിപക്ഷം രാജ്യസഭയിൽ ഇപ്പോഴും BJPക്കില്ല. അതുകൊണ്ട് രാജ്യസഭയിലെ ഓരോ സീറ്റും വർദ്ധിപ്പിച്ച് രാജ്യസഭയിൽ കൂടി തങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന BJPക്ക് രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് ഉറപ്പാക്കുന്ന പ്രവൃത്തിയാണ് ഫലത്തിൽ KC വേണുഗോപാൽ ചെയ്തത്. രാജ്യസഭയിൽ BJPക്കുള്ള എണ്ണക്കുറവ് അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൽ ഇപ്പോഴും 4 സീറ്റോ മറ്റുമാണ് BJPക്ക് കുറവുള്ളത്. ആ കുറവ് പരിഹരിക്കാൻ സഹായിക്കുകയാണ്. ഇത്ര ബുദ്ധിയില്ലാത്ത ഒരാളാണോ KC വേണുഗോപാൽ? ഇത്ര ബുദ്ധിയില്ലാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി? ഉത്തരേന്ത്യയിൽ എന്താണ് BJPക്കാർ പ്രചരിപ്പിക്കുന്നത്? ഇന്ത്യ വേദി എന്നെല്ലാം പറഞ്ഞിട്ട് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി പേടിച്ചു കൂടിയാണ്. അയാളെന്താ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ട ഭൂമികയായിട്ട് ഉത്തരേന്ത്യ ഉപേക്ഷിച്ചിട്ട് കേരളത്തിൽ പോയിരിക്കുകയാണ്. അവിടെ BJPക്ക് എതിർ സ്ഥാനാർത്ഥി കാര്യമായിട്ടില്ല. അവിടുത്തെ സ്ഥാനാർത്ഥി ഇടതുപക്ഷമാണ്. അപ്പൊ തങ്ങളുടെ കൂട്ടാളികളോട് പടവെട്ടാൻ പോകുന്ന ഒരു നേതാവാണ് ഇന്ത്യ മുന്നണിയുടെ അവരുടെ ദൃഷ്ടിയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 44 ജില്ലവരെ വോട്ട ഒരു സീറ്റാണ് പിന്നെ ലോക്സഭയിൽ കോൺഗ്രസിനുണ്ടായിരുന്നു. ഉത്തർപ്രദേശിൽ മത്സരിക്കുന്ന ഭൂരിപക്ഷം സീറ്റും അഖിലേഷ് യാദവിന്റെ പാർട്ടി ജയിച്ചാൽ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് തന്നെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് അഖിലേഷ് യാദവിന് കിട്ടും. അപ്പോൾ പ്രതിപക്ഷ മുന്നണിക്ക് മൊത്തത്തിൽ ഭൂരിപക്ഷം ഉണ്ടായാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്ന അഖിലേഷ് യാദവ് ആയിരിക്കും. ഇല്ലേ? കണക്കുകൾ നോക്കിയിട്ട് ഈ രാഷ്ട്രീയ എതിരാളികളെയൊക്കെ നേരിടാനായി ED ഉപയോഗിച്ചുള്ള ഒരു നീക്കം
അത് കേരളത്തിൽ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ കേരളത്തിലെ പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്നത് ഇടത് സർക്കാർ ED-യുടെയൊക്കെ ഭീഷണി പല ഘട്ടങ്ങളിലും ഇടത് സർക്കാരിനെതിരെ വന്നിട്ടുള്ളതാണ്. ഈ ഒരു സമയത്ത് അത്തരത്തിലുള്ള ആശങ്കയ്ക്കിടയില്ല. അല്ല, അതിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം എത്രത്തോളം തരംതാണ വ്യക്തിയാണെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ഒരു പരിപാടിക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആരുടെ ഓഫീസിൽ നിന്നാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്നൊക്കെ അറിയാം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് തുറന്നു പറയുന്നത് ഞാൻ അതിൽ കുറിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലക്ഷ്യമിച്ചുകൊണ്ട് പ്രധാനമന്ത്രി എന്ന് പറയുക ഇത് വിവരക്കേട് വിഡ്ഢിത്വമാണ്. അത് അദ്ദേഹത്തിന് ഉറപ്പുണ്ടെങ്കിൽ അതിന് തെളിവെല്ലാം കൊണ്ടുവന്നിട്ട് എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത്? കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഇത് അന്വേഷിക്കേണ്ടതല്ലേ ഏജൻസി? സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ കസ്റ്റംസ് ആരുടെ കയ്യില്ല? കേന്ദ്രത്തിന്റെ കയ്യിലാണ്. എയർപോർട്ട് ആരുടെ കയ്യില്ല? കേന്ദ്രത്തിന്റെ കയ്യിലാണ്. ഇതെല്ലാം കേന്ദ്രത്തിന്റെ കയ്യില്ല. എന്താ അവരിങ്ങനെ ഇവിടെ കിടന്ന് കെട്ടിമറിഞ്ഞില്ലേ? അരഡസൻ അന്വേഷണ ഏജൻസികൾ, CBI ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, ഒരു തുള്ളി തെളിവില്ലല്ലോ. സംസ്ഥാന സർക്കാർ നേരിടുന്ന നിരവധി വിഷയങ്ങളുണ്ടല്ലോ, നിരവധി വിവാദങ്ങളുടെ ഒരു പരമ്പര തന്നെ സംസ്ഥാന സർക്കാർ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. LDF സർക്കാർ മാസപ്പടി കേസും എക്സാളജിക്കുമായി ബന്ധപ്പെട്ടത്. അതോടൊപ്പം തന്നെ പാർട്ടി നേരിടുന്ന മറ്റൊരു വിഷയമാണ് സഹകരണ ബാങ്കുകളുടെ തിരിമറിയുമായി ബന്ധപ്പെട്ട് കരുതൽ ബാങ്ക് അടക്കുന്നത് ED-യുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ തന്നെ പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുക, പ്രധാന ആയുധമാക്കുന്ന ഒരു പ്രതിപക്ഷം ഈ വിഷയങ്ങൾ തന്നെയാണ് പ്രചാരണത്തിലുള്ളത്. ഇതിനൊക്കെ എങ്ങനെ നിങ്ങൾക്ക് താഴെത്തട്ടിലുള്ളവരെ എങ്ങനെ ഇത് ബോധ്യപ്പെടുത്താൻ സാധിക്കും? കരിമണൽ കമ്പനി, ആ കമ്പനിയിൽ അവർക്ക് വേണ്ട സാങ്കേതിക വിദ്യാ മേഖലയിലെ ചില സേവനങ്ങൾ നൽകാൻ അന്ന് നിലവിലുണ്ടായിരുന്ന എക്സാലോജിക് എന്ന് പറയുന്ന വീണയുടെ കമ്പനിയുമായി അവർക്ക് കരാർ നൽകും. ആ കരാറനുസരിച്ച് മാസം 5 ലക്ഷം രൂപ ഈ കമ്പനിക്ക്, കരിമണൽ കമ്പനി നൽകും. അത് കരാറിൻ്റെ അടിസ്ഥാനത്തിൽ സേവനങ്ങൾ നൽകാൻ ഒരു സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് ഒരു അഡ്വക്കേറ്റിനെ ഒരു കമ്പനി റിറ്റെയിൻ ചെയ്യും. ഞങ്ങളുടെ കമ്പനിയുടെ കേസുകൾ വന്നാൽ അതിന് അപ്പിയർ ചെയ്യാൻ പറ്റില്ല. കേസ് ഉണ്ടായാലാണ് വക്കീൽ അപ്പിയർ ചെയ്യേണ്ടത്. കേസ് ഉണ്ടായില്ല എന്നുള്ളതുകൊണ്ട് ഈ വക്കീലിന് റിറ്റെയിനർ ഫീസ് കൊടുക്കാതിരിക്കുന്നില്ല. ഇത് വളരെ ലളിതമായിട്ട് ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അത് മാസപ്പടി ഒന്ന് പേരിടുക ഭയങ്കര ക്രിമിനൽ ബുദ്ധിയാണ് നമ്മുടെ തൽപര കക്ഷികൾക്ക്. അതിനകത്ത് മാധ്യമങ്ങളും വെക്കാലികളും. രണ്ടാമത് ബാങ്കുകളുടെ വിഷയമാണ്. സഹകരണ ബാങ്കുകൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ കരുത്താണ്. സഹകരണ പ്രസ്ഥാനം ഇന്നത്തെ ഈ കേരളം ഉണ്ടാക്കിയതിൽ സഹകരണ പ്രസ്ഥാനം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് അവിടെയും ഇവിടെയുണ്ട് കറുത്ത പ്രവൃത്തികൾ നടത്തുന്നത്. അതെല്ലാ സ്ഥലത്തുണ്ടല്ലോ. മാധ്യമ പ്രവർത്തകർക്കിടയിൽ വൃത്തികേട് കാണിക്കുന്നവരുണ്ട്, മന്ത്രിമാർക്കിടയിലും ജനപ്രതിനിധികളുടെ ഇടയിലും രാഷ്ട്രീയ രംഗത്തും അഴിമതി കാണിക്കുന്നവരുണ്ട്. അതുകൊണ്ടെല്ലാം ഈ രംഗം മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറയാൻ പറ്റില്ല. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് വളരെ ദൗർഭാഗ്യകരമായ തെറ്റുകൾ നടന്നു. അത് ഉത്തരവാദികളായവരെ ശിക്ഷിക്കണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. CPM ഇക്കാര്യത്തിൽ മറച്ചു വെക്കാൻ യാതൊന്നുമില്ല. നേതൃത്വത്തിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ? വെളിപ്പെട്ടാൽ അവിടെ നടത്തിയില്ല. അതല്ലാതെ സഹകരണ മേഖലയെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുത്തിക്കവിടുന്നു എന്ന തരത്തിലുള്ള പ്രചാരവേദികൾ ശുദ്ധ അസംബന്ധമാണ്. ദക്ഷിണേന്ത്യയിൽ BJP-യുടെ ആധിപത്യം ഉണ്ടാക്കുന്ന ഒരു അജണ്ടയാണ് ദേശീയ തലത്തിൽ BJP-ക്ക്. അതുകൊണ്ട് തന്നെ കേരളവും തമിഴ്നാടുമാണ് BJP പ്രധാനമായി ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ BJP-ക്ക് പച്ച കുത്താൻ അല്ലെങ്കിൽ BJP-ക്ക് ഒരു വേരോട്ടം ഉണ്ടാകാൻ സാധ്യമല്ലാതിരിക്കെ മറ്റ് പാർട്ടികളിൽ നിന്നുള്ള പ്രമുഖരെയൊക്കെയും പദവികൾക്ക് വാഗ്ദാനം ചെയ്ത് അവരുടെ പാളയത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. അതുപോലെ CPM, കോൺഗ്രസ് മാത്രമല്ല, എസ് രാജേന്ദ്രന്റെ കാര്യത്തിൽ പോലും ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. അങ്ങനെ CPM-ലായാലും കോൺഗ്രസിലായാലും പ്രമുഖ നേതാക്കളെ ഇങ്ങനെ വലവീശി പിടിക്കുന്ന ഒരു പ്രവണത വരുമ്പോൾ നിങ്ങളുടെ നില എത്രത്തോളം ഭദ്രമാണ്? CPM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായും സംഘടനാപരമായും ജനാധിപത്യപരമായി പ്രവർത്തിക്കുക. പാർട്ടിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കുള്ളിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാം. പാർട്ടിയിൽ നടപടിക്ക് വിധേയരായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവരെ നടപടിയുടെ കാലാവധി കഴിഞ്ഞിട്ടും അവർക്ക് അർഹതപ്പെട്ട പാർട്ടി പ്രവർത്തന സൗകര്യം കൊടുത്തില്ല എന്നുള്ള പരാതി വന്ന എസ് രാജേന്ദ്രൻ അത്തരത്തിലുള്ള പരാതി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ പോയിട്ട് അത് കാണും, ചർച്ച ചെയ്യുന്നതിന് പരിഹാരമുണ്ടാകും. തന്നെ BJP-യിലേക്ക് പ്രതീക്ഷിക്കേണ്ട എന്ന് രാജേന്ദ്രൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടായി. ഇപ്പോൾ ഡൽഹിയിൽ ഒരാളെ കാണാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തയുണ്ടായി. അതിനുശേഷം ആ സംഭവത്തിന് ശേഷം പറഞ്ഞു വ്യക്തിപരമായ ഒരു സാഹചര്യത്തിലാണ് പോയത്, പക്ഷെ അത് അനവസരത്തിലാണ് ഞാൻ പോയ സമയം തെറ്റായി എന്നത് ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ അതിനെ ഒന്നും പ്രതികരിക്കുന്നില്ല. പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ BJP-യുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തനി വഞ്ചനാപരമാണ്. സാമധാന ഭേദദണ്ഡമുറകൾ ഉപയോഗിച്ചു
പ്രലോഭനം നൽകി, ഭീഷണിപ്പെടുത്തി, കേസ് ചാർജ് ചെയ്ത്, ഇങ്ങനെല്ലാമാണ് ആളുകൾ അവസ്ഥ. ഇപ്പോൾ ഹേമന്ത ബിശ്വ ശർമ്മ ആസാം മുഖ്യമന്ത്രി, കോൺഗ്രസ് നേതാവായിരുന്നു, CBI കേസ് ചാർജ് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു BJP തോന്നണം. അപ്പോൾ BJPയും മോഡിയും വാഷിംഗ് മെഷീൻ നടത്തുന്നവരാണ്, അലക്ക് കമ്പനിക്കാരാണ്. അഴിമതി ആരോപണം ഉന്നയിക്കും, അവരെ ഇവരുടെ വാഷിംഗ് മെഷീനിലിട്ട് പുറത്തെടുത്ത് മുഖ്യമന്ത്രിയാണ്. ഈ ഇന്ത്യയിൽ വർഗീയ വിഭജനം കൊണ്ടുവന്നിട്ടുള്ള മണിപ്പൂർ, ഇപ്പോഴും ചോര ചൊരിയുന്ന, കരച്ചിൽ അടങ്ങിയിട്ടില്ലാത്ത മണിപ്പൂർ, ആ മണിപ്പൂരിലെ മുഖ്യമന്ത്രി ബിരൻ സിംഗ് കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ഇവിടുത്തെ കോൺഗ്രസ് നേതാവിന് മറുപടി പറയണം. ഈ KC വേണുഗോപാലും പിന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ കേരളത്തിലെ കൂടെ നേതാവാണ്, കേരളത്തിലൊരു MP ആയ സിറ്റിംഗ് MP ആണ്, അദ്ദേഹം വീട്ടിൽ മത്സരിക്കുന്നത്. ഇവർ വിശദീകരിക്കണം. ഈ പിന്നെ BJPയിലേക്ക് ആളുകളെ പരിശീലിപ്പിച്ചു കൊടുക്കാനുള്ള കമ്പനിയാണോ കോൺഗ്രസ് നടത്തുന്നത്? 13 മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രികളായി ഇപ്പോൾ BJPയിലാണ്. പാർലമെന്റിൽ BJPക്കുള്ള അംഗത്വത്തിന്റെ 1/3 മുൻ കോൺഗ്രസ് നേതാക്കൾ. നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ ക്ഷണിച്ചുകൊണ്ടുവന്ന് വയനാട്ടിൽ നിർത്തി മത്സരിപ്പിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി എന്താണ് ഉത്തരേന്ത്യയിൽ പോയി പറഞ്ഞത്? ഞാൻ പൂണൂല് ധരിച്ചിട്ടുള്ള ബ്രാഹ്മണനാണ്. നാണമുണ്ടോ അദ്ദേഹത്തിന്? ഞങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ BJPക്കെതിരായിട്ട് സമരത്തിൽ യോജിച്ച് നിൽക്കുന്നവരാണ് കേട്ടോ. പക്ഷെ നാണവും മാനവും വേണ്ടേ? പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞത്? RSSും BJPയും ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, ഞങ്ങൾ അതിനെ എതിർക്കും. ഞങ്ങൾ നിലകൊള്ളുന്നത് ഹിന്ദു രാജ്യത്തിന് വേണ്ടിയാണ്. ഇന്ത്യൻ ഭരണഘടന രാഷ്ട്രത്തിനൊരു മതം അംഗീകരിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് സംസാരിക്കുന്നത്? ഇത്തരത്തിൽ കാമ്പില്ലാത്തൊരു നേതൃത്വമായി കോൺഗ്രസ്, ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഇന്ത്യ വേദിയിലെ ഞങ്ങളുടെ സഹപ്രവർത്തകർ അധപ്പതിച്ചു പോയിരിക്കുന്നു. അത് അവരുടെ മാത്രം ദുഃഖമല്ല, ഞങ്ങളുടെയും ദുഃഖമാണ്. കാര്യം BJPക്കെതിരായിട്ട് സമരം ചെയ്യുമ്പം ചില സ്ഥലത്ത് ഇവരുമായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. ഈ മൃദുഹിന്ദു സമീപനവുമായി കോൺഗ്രസ്, പ്രത്യേകിച്ച് ദേശീയ കോൺഗ്രസിന്റെ വിഭാഗം തന്നെയാണ് സംസ്ഥാനത്ത്, അതേ നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം ലീഗിന് എത്ര കാലം UDF തുടരാൻ കഴിയും? മുസ്ലിം ലീഗ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുകയാണ്. കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലുള്ള കോൺഗ്രസിന്റെ ചാഞ്ചാട്ടം അവസാനിപ്പിക്കാൻ വേണ്ടി അവർ കോൺഗ്രസുമായിട്ട് UDFനുള്ളിൽ സമരം ചെയ്യുന്നുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ കോൺഗ്രസ് ഈ മൃദു വർഗീയ നിലപാടുമായിട്ട് തുടർന്നും മുന്നോട്ട് പോവുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് അത് വലിയ പ്രശ്നമായിരിക്കും. കാര്യം മുസ്ലിം ലീഗിന്റെ ഈ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് മുറുകെ പിടിക്കേണ്ട രാഷ്ട്രീയ നിലപാടുകൾ മുസ്ലിം ലീഗിന് മുറുകെ പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് വിശാലമായ ഒരു രാഷ്ട്രീയ ചേരി വളർത്തിയെടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ജനങ്ങളുടെ പിന്തുണയോടുകൂടി അന്തിമ വിജയം ഇന്ത്യ എന്ന മഹത്തായ ആശയത്തിന് തന്നെ ആയിരിക്കും. ഈ 2024 തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവായിരിക്കും. ഒന്നുകിൽ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വഴിത്തിരിവ്, അല്ലെങ്കിൽ വളരെ അപകടകരമായ ഒരു വഴിത്തിരിവ്. രണ്ടാണെങ്കിലും നമ്മൾ അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. എന്തായാലും ഇത്രയും സമയം